ഈ മഴയും പിടിച്ച ഐസ്ക്രീം കഴിക്കാൻ പോവല്ല കേട്ടോ. ഡെയിലി നമ്മൾ വാങ്ങുന്ന പാലിൻ്റെ പാട എടുത്ത് ഇതുപോലൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഈ പാൽപ്പാട എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബും ഇട്ട് കുറച്ച് തണുത്ത വെള്ളവും ഒഴിച്ച് നന്നായി മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നിർത്തി നിർത്തി ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് കുറച്ച് ഐസ് വെള്ളവും ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പം കുറച്ച് നേരം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ വെണ്ണ കിട്ടിയിട്ടുണ്ട്. വെണ്ണ കുറച്ച് തണുത്ത വെള്ളത്തിലിട്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇനി അത് നമുക്കൊരു ചീനിച്ചട്ടിയിലിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പം വെണ്ണ ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിൽ വെച്ച് ഉരുക്കുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ ഇത്. ഈ പതയെല്ലാം ഒന്ന് മാറി വെണ്ണ നന്നായി ഉരുകി അതിനകത്തിലെ ഒരു അടിമട്ടൊക്കെ അടിഞ്ഞ് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ വെണ്ണ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാം. നല്ല